9ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്ത ദിവസം നമുക്ക് മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയാണ് അല്ലേ? അപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഷായ് സാർ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ആ ചോദ്യം ഏതാണെന്ന് അറിയേണ്ടത് നമുക്ക് ഒന്ന് നോക്കാം. ഏത് ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് നോക്കൂ. കഥാപാത്ര നിരൂപണം കിട്ടുമാവൻ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കിട്ടുമാവൻ എന്ന കഥയിലെ കിട്ടുമാവൻ എന്ന കഥാപാത്രം അല്ലെ, തകഴിയുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ പെടുന്ന ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ. അപ്പോൾ കിട്ടുമാവൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? ഇനി കിട്ടുമാവൻ എന്നല്ല, ഏത് കഥാപാത്രം ചോദിച്ചാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അതൊന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് കിട്ടുമാവൻ എന്ന കഥാപാത്രം പഠിക്കാം അല്ലേ? കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇൻട്രൊഡക്ഷൻ, അതായത് ആമുഖത്തിൽ എഴുതേണ്ടത് എഴുത്തുകാരനെ കുറിച്ചുള്ളൊരു സൂചനയും കഥാപാത്രത്തിന് ആ കഥയിലുള്ള സ്ഥാനത്തെ കുറിക്കുന്ന ഒരു ചെറു വിവരണം, അതായത് 1, 2, 3 സെൻറ്റൻസിൽ ഒതുങ്ങുന്ന ഒരു സമ്മറി. ആ കഥാപാത്രം, ഉദാഹരണത്തിന് തകഴിയുടെ തിരഞ്ഞെടുത്ത കഥകളിലെ കഥാപാത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ. ഭക്ഷണപ്രിയം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധാരണ കർഷകനാണ് കിട്ടുമാവൻ. അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് തകഴി അവതരിപ്പിക്കുന്നത്. ഇതാണ് ഇൻട്രൊഡക്ഷൻ, മനസ്സിലായോ? അതിനുശേഷം കഥയിൽ കഥാപാത്രത്തിൻ്റെ സ്ഥാനം, ആ കഥാപാത്രത്തിന് മറ്റ് കഥാപാത്രങ്ങളോടുള്ള ബന്ധം, ആ കഥാപാത്രത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആ കഥാപാത്രത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കണം ഉത്തരം എന്ന് പറയുന്നത്. അവസാനം ആ കഥാപാത്രത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഇത്തരം കഥാപാത്രങ്ങളിലൂടെ കഥാകാരൻ എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ തയ്യാറാക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടുമാവൻ എന്ന കഥാപാത്രത്തെ ഒന്ന് നോക്കാം. ഓക്കെ, മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ തെരഞ്ഞെടുത്ത കഥാപാത്രങ്ങളിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ. അമിതമായ ഭക്ഷണപ്രിയം ഒരു മനുഷ്യനെ എങ്ങനെയാണ് ജീവിതത്തിൽ നശിപ്പിക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കിട്ടുമാവൻ എന്ന കഥാപാത്രം. കണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണമെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? അതാണ് കഥാപാത്രം ചോദിച്ചാൽ ആദ്യം എഴുതേണ്ടത്, അതാണ്. ഇനി നോക്കൂ, കൂട്ടുകുടുംബത്തിലെ ഭക്ഷണ ദാരിദ്ര്യമാണ് ഭാര്യ കുട്ടിച്ചേച്ചിയെയും മക്കളെയും കുട്ടി മാറിപ്പാർക്കാൻ കിട്ടുമാവനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആണ് അല്ലേ? ആ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? കൂട്ടുകുടുംബത്തിൽ നിന്നും ഭാര്യയെയും കുട്ടികളെയും കൊണ്ട് അദ്ദേഹം മാറി താമസിക്കാൻ തീരുമാനിച്ചത്. രാവിലെ തന്നെ തനിക്ക് പ്രാതലിനുള്ള ഭക്ഷണത്തിൻ്റെ ഒരു രൂപരേഖ ഭാര്യയ്ക്ക് സമക്ഷം വയ്ക്കുന്ന കിട്ടുമാവനെ അവതരിപ്പിച്ചുകൊണ്ട് കഥ ആരംഭിക്കുന്നു അല്ലേ? നമുക്ക് പ്രാതലിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് വേണം അല്ലെ, പുളിച്ച മോരുണ്ടെങ്കിൽ അത് വെച്ചൊരു ചമ്മന്തി ആവാം, ചെറുപയർ നന്നായി വെളുത്തുള്ളി ചേർത്ത തോരൻ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു പ്രാതലിന് വേണ്ട എന്താ പറയുക, വിശദമായ ഭക്ഷണം ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ രൂപരേഖ ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടാണ്, അങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത്. വെളുത്തുള്ളി നന്നായി ചേർത്ത ചെറുപയർ തോരൻ, ചെറുകിഴങ്ങ് കൊണ്ടൊരു കറി, നന്നായി പുളിച്ച മോര് ചേർത്ത് അരച്ച ചമ്മന്തി, അങ്ങനെ നീളുന്നു അത്. പ്രാതൽ രൂപരേഖ അങ്ങനെ നീളുന്നു ആ പ്രാതൽ രൂപരേഖ. കപ്പ കൃഷിയും നെൽകൃഷിയും എല്ലാം നന്നായി ചെയ്യും, അതും വളരെ വൃത്തിയായി. അതാണ് കിട്ടുമാവൻ്റെ മറ്റ് പ്രത്യേകതകളിൽപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. പ്രാതൽ കഴിഞ്ഞ് തൻ്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് തൂശനിലയിൽ കിട്ടുമാവൻ്റെ വിസ്തരിച്ചുള്ള ഊണ് കഴിഞ്ഞപ്പോൾ കലം കാലിയായി. മകൻ്റെ കരച്ചിൽ നിർത്താൻ കുട്ടിച്ചേച്ചിക്ക് വീണ്ടും അരി വെക്കേണ്ടി വന്നു. ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും കിട്ടുമാവൻ അടുത്ത സദ്യക്കുള്ള ലിസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ കണ്ടത് അതൊക്കെ അല്ലേ? അതാണ് കിട്ടുമാവൻ്റെ ഒരു പ്രത്യേകത. കൂട്ടുകുടുംബത്തിൽ താമസിക്കുമ്പോൾ പുളിങ്കറിയും പിണ്ടിത്തോരനുമായിരുന്നു എന്നും അയാൾക്ക് ഭക്ഷണമായി കിട്ടിയിരുന്നത്. വിശപ്പ് മാറ്റാൻ പുറം പറമ്പിലെ കരിക്കായിരുന്നു അദ്ദേഹത്തിന് ശരണം. അതൊക്കെ നമ്മൾ പാഠഭാഗത്ത് കാണുന്ന അല്ലേ മക്കളെ? വായിക്ക് രുചിയുള്ളത് ധാരാളം കഴിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മാറി താമസിച്ചത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കിട്ടുമാവിൻ്റെ വിശപ്പ് കാരണം ഓഹരിയായി കിട്ടിയ നിലം വിറ്റ് ഉണ്ണേണ്ടി വന്നു. പിന്നീട് ഇതേ ആവശ്യത്തിന് തന്നെ വീടും വിറ്റു. വിൽക്കാനുള്ളതെല്ലാം വിറ്റ് അവസാനം ഭാര്യയ്ക്ക് കിട്ടിയ വീട്ടിൽ താമസമാക്കി.
അങ്ങനെ ഇരിക്കുകയാണ് കാപ്പിക്കട തുറക്കുന്നത് അല്ലേ. പണി നിലം ഉഴുത എന്താ പറയുക, കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ പോയി. പിന്നെ ഉള്ളത് എന്താ, പിന്നെ ഉള്ളത് ഒരു കാപ്പിക്കട തുടങ്ങുക എന്നുള്ളതാണ്. കിട്ടുമാവൻ്റെ വിശപ്പ് ആ കട അധികം ദിവസം നിർത്തിയില്ല അല്ലേ. കിട്ടുമാവൻ ദോശ വെറുതെ കിടക്കുന്ന കാണുമ്പോൾ വീണ്ടും വീണ്ടും ദോശയും കാപ്പിയും കഴിക്കുക എന്നുള്ള അദ്ദേഹത്തിന് ഒരു ശീലമാവുകയും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ പോവുകയും അങ്ങനെ ആ കട നിർത്തിപ്പോവുകയും ചെയ്തു അല്ലേ. കാരണം ചുട്ടുവെച്ച ദോശ കാണുമ്പോൾ കിട്ടുമാവന് വിശപ്പിളകും. പിന്നീട് വള്ളത്തിൽ കപ്പ വിൽപ്പന ആരംഭിച്ചു, അതും വിശപ്പ് തിന്നു അല്ലേ. കപ്പ എങ്ങനെയാ വിശപ്പ് തിന്നത്? തോണിയിൽ എന്തുണ്ടായിരുന്നു? അടുപ്പും അതിനുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നു. കപ്പ സ്വയം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതും എന്തായി, പൂട്ടിപ്പോയി. കിട്ടുമാവൻ ആരും പണിക്ക് വിളിക്കാറില്ല. നല്ല പണിക്കാരനല്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം നല്ല കൃഷിക്കാരൻ അല്ലെ. നല്ല കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയോടുകൂടി ജോലി ചെയ്യുന്ന മറ്റൊരാളെ കാണാൻ പ്രയാസമാണ്. പക്ഷേ എന്താണ്, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ മതിയാവില്ല, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും അദ്ദേഹത്തെ എന്തിനു വിളിക്കാത്തത്, ജോലിക്ക് വിളിക്കാത്തത്. ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹം അത് കേട്ടഭാവം നടിക്കില്ല. ചോറ് പാത്രത്തിന് മുന്നിൽ ഇരിപ്പ് തുടരും. എന്തിനു പറയുന്നു, അവസാനം എനിക്ക് വിശക്കുന്നു എന്ന് വിലപിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് കരഞ്ഞു നടക്കുന്ന കിട്ടുമാവനെയാണ് ആ നാട്ടുകാർ കണ്ടത്. നമുക്കറിയാം അല്ലേ ആ കിട്ടുമാവൻ്റെ അവസ്ഥ. അന്ന് നോക്കൂ, നമുക്ക് ഒരു മിനിറ്റ് മക്കളെ. അന്നവിചാരം, മുന്നവിചാരം എന്ന ഭിന്നവിചാരം കാര്യവിചാരം ഇതൊരു ചൊല്ലാണ്. അന്നവിചാരം, മുന്നവിചാരം, ഭിന്നവിചാരം, കാര്യവിചാരം എന്നുള്ളത് എന്നതാണ് ശാസ്ത്രം. എന്നാൽ അന്നവിചാരത്തിന് മാത്രമായി ജീവിച്ചാലോ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കഥാപാത്രം. ഇതാണ് കിട്ടുമാവൻ എന്ന കഥാപാത്ര നിരൂപണം അല്ലെ. കിട്ടുമാവൻ്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. അപ്പം ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കണം എന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെ തയ്യാറാക്കണം എന്ന് മനസ്സിലായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് മനസ്സിലായല്ലേ. ഇനി ഇതുപോലെയുള്ള മറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ മക്കളെ, ബായ്.